ഒളിച്ചോടി പോകുന്ന കുട്ടികളുണ്ട്. ചിലർ ഗ്യാങ് കൂടിയിട്ട് പറയുമ്പോൾ ബോംബെക്ക് ഒന്ന് പോയിട്ട് ഇങ്ങോട്ട് വരാം, അതിന് പൈസ എങ്ങനെ സംഘടിപ്പിക്കുക, അത് അപ്പൻ്റെ പേഴ്സിൽ നിന്ന് എടുക്കാം, നിനക്ക് പറ്റുന്നത് നീ എടുത്തോ, ഇങ്ങനെ പറ്റുന്നത്. പിന്നെ ചില പെൺപിള്ളേർ ആൺപിള്ളേരുടെ കൂടെ ഒളിച്ചോടി പോകും, ഒന്ന് പോയി ബോംബെയൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്ന, അത് താൽക്കാലികമായി ചിന്തിക്കുന്നില്ല, അതിൻ്റെ അപകടത്തെക്കുറിച്ചോ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചോ വലിയ ചിന്തയൊന്നുമില്ല. പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ടെൻഷൻ മാറാനുള്ളൊരു സൂത്രം പലതിൽ നിന്ന് ഒളിച്ചോട്ടമാണ്. ജീവിതത്തെ അഭിമുഖീകരിക്കുന്നതിന് പകരം ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ തരത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൈശാചിക ബന്ധനമാണ്. പിന്നെ തിന്മയുടെ അംശം ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും പ്രശ്നമിട്ട് അപ്പൻ്റെ പൈസ കട്ടെടുത്തു, അല്ലെങ്കിൽ അടുത്ത കടയിൽ നിന്ന് കട്ടെടുത്തു, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്, എന്നാൽ പോയേക്കാം. ഇനി അത് പോയാലുള്ള പ്രശ്നത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല. കർത്താവ് ഈ മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ, ഇവരെ സുഖപ്പെടുത്തണമേ. ഇവരുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഭയം, ദുഃഖം, കുറ്റബോധം, നിരാശ, അപകർഷത മാറ്റിത്തരണേ. ഈ മൂലകാരണങ്ങളിൽ നിന്ന് മോചനം നേടി കർത്താവ് ഇവരെ സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഒളിച്ചോടി പോകുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് പകരം പിന്നെ പല വിധത്തിലേക്ക് പോകുന്ന വ്യക്തികൾ, ഡീവിയേഷനിലേക്ക്, പ്രേമബന്ധങ്ങളിലേക്കൊക്കെ പോകുന്ന വ്യക്തികളെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇവരെ സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇങ്ങനെയുള്ളവരെ ഫോൺ കൗൺസിലിങ്ങിലൂടെ സഹായിക്കാം. വിളിക്കുക 9447465414. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കും.